സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറിയ രാജീവ് ഗാന്ധി ദശലക്ഷം കോളനി പദ്ധതിയിൽ പരിയാരം പഞ്ചായത്തിൽ നിർമ്മിച്ച വീടുകൾ പൊളിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമായി. പരിയാരം ഹൌസിംഗ് ബോർഡ് അവങ്ങുംപോയിൽ നിർമ്മിച്ച 5 വീടുകളാണ് ഗുണഭോക്താക്കൾ സ്വീകരിക്കാതെ നശിച്ച സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി മാറിയത്. പരിയാരം പഞ്ചായത്തിൽ അവങ്ങുംപോയിലിൽ മിച്ചഭൂമിയിൽ ഉൾപ്പെട്ട 100 ഏക്കർ ഭൂമിയിൽ നിന്നും ഹൌസിംഗ് ബോർഡിന് കൈമാറിയ 2 ഏക്കർ സ്ഥലത്ത് 1993-95 കാലഘട്ടത്തിലാണ് രാജീവ് ഗാന്ധി ദശലക്ഷം കോളനി പദ്ധതി പ്രകാരം 5 വീടുകൾ നിർമ്മിച്ചത്. വരാന്തയും അടുക്കളയും ശുചിമുറിയുമില്ലാത്ത രീതിയിൽ ഒറ്റമുറി വീടാണ് 5 കുടുംബങ്ങൾക്ക് ഹൌസിംഗ് ബോർഡ് നിർമ്മിച്ചു നൽകിയത്. കുടിവെള്ളമോ വൈദ്യുതിയോ വീടുകളിൽ ഒരുക്കാത്തതിനാൽ വീടുകൾ ലഭിച്ച കുടുംബങ്ങൾ താമസിക്കാത്ത സ്ഥിതിയുണ്ടായി. ഇന്ന് ഈ ഒറ്റമുറി വീടുകൾ സാമൂഹ്യവിരുദ്ധരുടെയും മദ്യപാനികളുടെയും ലഹരി മാഫിയകളുടെയും വ്യവഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഒറ്റപ്പെട്ട പ്രദേശമായതിനാൽ രാത്രികാലങ്ങളിൽ പോലീസ് പട്രോളിംഗിനെത്തുമ്പോൾ പല വഴിക്ക് രക്ഷപ്പെടാനുള്ള സൗകര്യവും സാമൂഹ്യവിരുദ്ധർക്ക് അനുകൂലമാണ്. ഇവിടെ നിന്നും അല്പം മാറി താമസിക്കുന്ന നാട്ടുകാർ സന്ധ്യാസമയങ്ങളിൽ ഇതുവഴി കടന്നുപോകാൻ പോലും ഭയക്കുകയാണ്. ഉപയോഗശൂന്യമായ ഈ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ നിരവധി നിവേദനങ്ങൾ നൽകിയെങ്കിലും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായില്ല. സാമൂഹ്യവിരുദ്ധരുടെ സാന്നിധ്യം പ്രദേശവാസികൾക്ക് ശല്യമാവുകയാണ്. ഇതിൻ്റെ സൗകര്യക്കുറവും അന്ന് എന്താ പറയുക, പിന്നെ ഇവിടെ ഈ പ്രദേശത്തുള്ള യാത്രാ സൗകര്യം അതേപോലെ വൈദ്യുതി എല്ലാം തന്നെയാണ് ഒന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ ആരും താമസിക്കാൻ വന്നിട്ടുള്ളത്. പക്ഷേ ഇന്ന് അത് പൊതുജനങ്ങൾക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ലഹരി ഉപയോഗിക്കുന്നവരുടെ അതോടൊപ്പം തന്നെ അനാശാസ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഇവിടെ വല്ലാത്ത രീതിയിൽ നടക്കുകയും അത് പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ പോകുന്നവർക്ക് യാത്രക്കാർക്ക് നമ്മളിവിടെ താമസിക്കുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് അധികാരികളോട് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോട് ഉത്തരവാദപ്പെട്ടവരോട് നമുക്ക് പറയാനുള്ളത് ഇത് പൊളിച്ചു മാറ്റി നമ്മുടെ ഇവിടെ ഈ പ്രദേശത്തുള്ളവരുടെ പ്രയാസം പരിഹരിക്കുന്നതിന് ആവശ്യമായ ഒരു ഇടപെടൽ നടത്തണം. നമ്മൾ നിരന്തരം ബന്ധപ്പെട്ട ഇപ്പോൾ വില്ലേജ്, നമ്മുടെ തഹസിൽദാർ, അതോടൊപ്പം തന്നെ സബ് കളക്ടർ ഷാഹിദ് സാർ ഒരു ഘട്ടത്തിൽ നമ്മുടെ ഇവിടെ വന്ന സമയത്ത് അവരുടെ എല്ലാം മുമ്പിൽ നമ്മൾ ഈ പ്രശ്നം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു ഉചിതമായ ഒരു നടപടി എടുക്കണമെന്നാണ് നമുക്ക് നാട്ടുകാരെന്ന രൂപത്തിൽ, ഈ പ്രദേശവാസികൾ എന്ന രൂപത്തിൽ നമുക്ക് പറയാനുള്ളത്. ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇടപെട്ട് പരിഹാരമുണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.